ഹലോ നമസ്കാരം ഗൈസ്. അപ്പോൾ ഇന്നൊരു മങ്കട ഫ്രൈ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അയ്യോ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. ഇതിൻ്റെ മങ്കട ഭയങ്കര കട്ടിയായിരുന്നേ. 4 മങ്കട വാങ്ങിച്ചത് 2 ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് ഓർത്ത് എടുത്തത്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, എന്തോ ഒരു കട്ടിയായിരുന്നറിയാമോ. എന്നും വെട്ടിട്ട് ഇത്രയും കട്ടിയില്ലായിരുന്നു. ഒടുക്കത്തെ കട്ടിയും പ്രശ്നങ്ങളുമായിരുന്നു അത് ഉരിക്കാനേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈക്ക് പുരട്ടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം ആദ്യം. ഓക്കെ, സോൾട്ട് ആദ്യം ഇടാം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ടു. പിന്നെ പറഞ്ഞ പോലെ എൻ്റെ പതിവ് പല്ലവി മുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ പരിവമാണ് മുളക് പൊടിയൊക്കെ. ഓക്കെ, പിന്നെ മഞ്ഞൾപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടി ലേശം മതി. ഓക്കെ, മുളക് പൊടി കുറച്ചുകൂടെ വേണമെങ്കിൽ ഇടാമേ. ഓക്കെ, മുളക് പൊടിയാണെന്നല്ല നമ്മുടെ ബേസ്. ഞാനാണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ അങ്ങ് ഇടും. ഓക്കെ, ഫ്രൈക്ക് ഇഷ്ടം പോലെ എരി വേണ്ട അനുസരിച്ച്. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഒരുമാതിരി എരിയൊക്കെ വേണേ ഫ്രൈക്ക്. ഓക്കെ, പിന്നെ ഞാൻ ലേശം മല്ലിപ്പൊടി, ഞാൻ ഫ്രൈക്കൊക്കെ മല്ലിപ്പൊടി ഇടുവേ, ലേശം മല്ലിപ്പൊടി. ഓക്കെ, പിന്നെ നമ്മളിടുന്ന ഇതിൻ്റെയൊക്കെ കുറവുകൾ പരിഹരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫിഷ് മസാല ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അതാകുമ്പം നമ്മളിതിൻ്റെയൊക്കെ ബേസ് ഇട്ടു, പിന്നെ അതിൻ്റെ പുറത്ത് നമ്മുടെ ഫിഷ് മസാല നമ്മളിട്ടു. അപ്പോൾ മങ്കട ഫ്രൈ ആണ് എൻ്റെ പൊന്നെ. അത് വെട്ടുന്നൊക്കെ നിങ്ങളെ കാണിച്ചുകൊണ്ടല്ലോ, ഒരു വലിയ പരിപാടിയാണ്. ഈ ദേശം മൊത്തം ഒരുണ്ടാവും വെട്ടുന്നത്. ഭയങ്കര കട്ടിയായിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരിക്കും തോന്നി. നേരത്തെയൊക്കെ വെട്ടുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്രാവശ്യത്തെ മങ്കട കട്ടിയായിരുന്നു. ഞാൻ കുറേ വെട്ടി, ഞാൻ ഫെയിലായി കഴിഞ്ഞ് മദറിനെ ഏൽപ്പിച്ചു. മദറും കുറേ വയലൻ്റായി. എല്ലാവരും കൂടി രൂപത്തിൽ വെട്ടി ഒരു പരുവാക്കി ഇത്രയും റെഡിയാക്കി എടുത്തു. ഓക്കെ, ഈ 2 കൂടി ഇപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള സംശയത്തിലിരിക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യും ഡൗട്ടിലിരിക്കുകയാണ്. ഒരു വിധത്തിൽ നമ്മൾ 2 മങ്കട വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കത് ഇച്ചിരി എണ്ണ ഇങ്ങോട്ട് ഒഴിച്ച്, വീഡിയോ ലൈവിലാണ്, വീഡിയോ എടുക്കുക. ഇച്ചിരി എണ്ണ ഇതിലോട്ട് ഒഴിച്ച്, ലേശം എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇച്ചിരി ലേശം എണ്ണയും കൂടെ ഞാൻ ഒഴിക്കുകയാണ്, ഫ്രൈഡ് ഒന്ന് മിക്സ് ആവാൻ. മതി. അപ്പോൾ നമ്മൾ ലേശം എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഓരോന്നേൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു 10 മിനിറ്റ് വെക്കാം. പിടിക്കണ്ടേ? ഓക്കെ, അപ്പം നമുക്കിത് ഒരു 10 മിനിറ്റ് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്ന നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് നന്നായിട്ട് പിടിക്കട്ടെ. ഓക്കെ, പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം നന്നായിട്ട് അത് ഇളക്കി റെഡിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ്സ് ബ്രേക്ക് കഴിഞ്ഞ് കാണാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചൂടായി വരുന്നു. അപ്പം ഞാൻ നമ്മുടെ മീൻ ഓരോന്നും ഇടുവാണ്, ഇത്തിരി വെയിറ്റ് ചെയ്യുന്നില്ല. ചൂടാകായിരുന്നു. ഞാനങ്ങ് ഇട്ടു. ഓക്കെ, കിടന്ന് മൊരിയട്ടെ. മറ്റേ ഞാൻ തലയൊക്കെ കറിക്ക് എടുക്കുന്നത്. ഇതിപ്പോൾ അതൊന്നും ഇല്ല, എല്ലാം കൂടെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം കൂടെ വറുത്ത് കളയാം. തലയും എല്ലാം നമ്മൾ ഫ്രൈക്ക് ഇടുവാണ്.
മാക്സിമം പീസസ് ഈ ട്രിപ്പിലും കിട്ടും ഗൈസ്. ഈ രണ്ട് പീസ് കൂടെ ആണ് ഉള്ളു ബാക്കി. അതടുത്ത ട്രിപ്പിൽ നോക്കിയിട്ട് എടുക്കാം. ഒരു 3 പീസ് കൂടെ ഉള്ളു ബാക്കി. നമുക്ക് അടുത്തിട്ടൊരു ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മുരിയട്ടെ. ഓക്കെ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പകരണമേ, കൊടും കാറ്റായി വീശണമേ. ലാല 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 ലാല. അത് ലിറിക്സ് അറിയത്തില്ല ഗൈസ്. നോക്കാനും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് നോക്കി പാടാനും തീർച്ചയായും എടുത്തില്ല. പക്ഷെ നമുക്ക് ഓരോ ചോദിച്ച് പാട്ടുകൾ പാടാം. ഓക്കെ. മനുഷ്യരുടെ പാട്ട് അതിൻ്റെ അതിനടുത്ത് മനുഷ്യരുടെ അതിൻ്റെ ഇടയ്ക്ക് ബുക്ക് എന്നത്തെ പാട്ട്. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ. 14 രാവുദിക്കും പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണ്. 14 രാവുദിക്കും പോലൊരു ചിരിയാണ്, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണ്. പവിഴപ്പൂമിഴിയുള്ളവളൊരു പാവം പെണ്ണാണ്. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്, എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണ്. 14 രാവുദിക്കും പോലൊരു ചിരിയാണ്, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണ്. പവിഴപ്പൂമിഴിയുള്ളവളൊരു പാവം പെണ്ണാണ്.
അപ്പം ഗൈസ് ഇങ്ങനെ മുരിയട്ടെ. മുരിഞ്ഞ് കഴിഞ്ഞ് ഞാൻ കോരുന്നതോട്ട് കാണിക്കാം. ഓക്കെ, ഷോർട്ട് ബ്രേക്ക്. A few moments later. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഫിഷ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് കോരിയെടുക്കാം. ഓക്കെ, ഓക്കെ, ഇരുത്തവിയിലാണ് ഗൈസ്. ഞാനൊന്നും എൻ്റെ എണ്ണയും കൂടെ ശരി കൂടുന്നില്ല. ഓക്കെ, എന്നാൽ മീൻ വട്ടിലൊക്കെ വെച്ച് ഫ്ലോപ്പായിപ്പോയി ഗൈസ്. അതിൻ്റേതായിരുന്നു പറ്റിയിരിക്കുകയാണ്. ഉദ്ദേശിച്ച ആ ഒരു അടിപൊളിയായിട്ട് കട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. നമ്മുടെ മങ്ങട മീൻ പണിയാണ്. ഓക്കെ, ലേശം ഉഴുന്ന് മൂക്കാണത്. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് ഇട്ടിട്ട് അത് മൂത്തിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഓക്കെ, 4 മീനുകളുണ്ട് ഗൈസ്. ഞാൻ അതൊരു 3 മീനുകൾ 5 മീനുകളോ ഉണ്ട്. കറി വെക്കാൻ ഓർത്ത് ഗൈസ്. പക്ഷേ ഈ വെടി കഴിയുമ്പോഴേക്ക് ആ പട ദേഷ്യം വന്നെല്ലാം കൂടെ വർക്ക് ചെയ്യും. ദിവസം അപ്പോൾ ഈ ഫിഷൂടെ നല്ലത് മൂക്കട്ടെ. മൂക്കിൻ്റെ പാതയിലാണ് നമുക്ക് മൂത്തുകൊണ്ടിരിക്കുന്നു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി മലർത്തേൻ കിളി, ഈ പൈങ്കിളി മലർത്തേൻ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. ഓമനേ പൈങ്കിളി മലർത്തേൻ കിളി, നിന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു വർണ്ണമന്ദാരമേ, എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നു പൈങ്കിളി മലർത്തേൻ കിളി, ഈ പൈങ്കിളി മലർത്തേൻ കിളി. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ എൻ പ്രാണനിൽ വിടരും ഗാനം. അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞു രഴകേ, നിറമിഴിയിൽ ഹിമഗണമായി അലിയുകയാണീ വിരഹം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ എൻ പ്രാണനിലുണരും
ഗാനം. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, കരിതളിയും മണിമുകിലും സുരബില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാം നിന്റെ അധരങ്ങളിൽ തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുണ്ടുമോ, എവിടെയെൻ്റെ സ്നേഹഗായകൻ. ഓ രാജഹംസമേ ഹൃദയ. ഡിയർ ഗൈസ്, രാജഹംസം കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടതിന് ചെറിയ ഇറച്ച കൂടി, കുഴപ്പമില്ലായിരിക്കും. എണ്ണ ഇച്ചിരി മൂത്തതായിരുന്നല്ലോ നേരത്തെ, അക്കാര്യം ഞാൻ വിട്ടുപോയി ഗൈസ്. എൻ്റെ ഫിഷ് രണ്ടെണ്ണം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ചെറിയ ഒരു വാഴ കുഴപ്പമില്ല. ഓക്കെ, ഈ പാട്ടിലങ്ങ് ലയിച്ചിരുന്നത്. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ, കുറച്ച് നേരത്തേക്ക് രാജഹംസം നിർത്തിയിട്ട് ഞാൻ എൻ്റെ മീൻ വറുത്തെടുക്കട്ടെ. എനിക്ക് രാജഹംസം മാത്രമേ കാണുള്ളൂ, മീനെല്ലാം കഴിഞ്ഞു പോകും, എനിക്ക് ഫയറിങ് കിട്ടും. ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം, സ്വർലോകത്തിൻ നാദാനിൻ നാമം. ഉള്ളിനുള്ളിൽ നിന്നെ തേടുമ്പോൾ കരൾ പോലെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കോരിയെടുക്കാം. ഇച്ചിരി മൂത്ത് പോയി സാരമില്ല. മീൻ്റെ ഗാനം കഴിഞ്ഞപ്പോൾ എൻ്റെ മീൻ്റെ ഒരു സൈഡ് കുഴപ്പമില്ല, ആ സൈഡ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, ബാക്കി സൈഡിലൊക്കെ കൊടുത്താൽ പോരെ, ആ രണ്ട് സൈഡുകൾ ഞാൻ കൈകാര്യം ചെയ്താൽ പോരെ. ഓക്കെ ഗൈസ്, അങ്ങനെ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യും. അബദ്ധം പറ്റാത്ത ഭാഗങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ പരാതിയും പരിഭവമില്ല, അതിനൊക്കെ നോ പ്രോബ്ലം. ഓക്കെ, അപ്പം മകനെ ഇങ്ങനെ പിടിച്ച് ഞാൻ കോഴി എടുക്കട്ടെ പ്ലീസ്. എൻ്റെ വീഡിയോ പിടിച്ച് ഇങ്ങനെ പിടിച്ചോളൂ. വീഡിയോ മതി. ഓക്കെ, അപ്പം നമ്മുടെ മീൻ നമുക്ക് ഇച്ചിരി തീ വളർത്താം. ഓക്കെ, തീ ഒന്ന് കൂടിച്ച്. ഓക്കെ, അതൊക്കെ ലേശം കുറവുണ്ട്. കുറവോട്ട് വന്നു.
ഓക്കെ ഗൈസ്, അപ്പം അത് കഴിഞ്ഞ് അപ്പം ഞാനെടുത്തേ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. ഓക്കെ, ലേശം. ഓക്കെ, അപ്പം നമുക്ക് കാര്യം ചെയ്യാം. കറി വെക്കാം എന്നോർത്തെടുത്താണ്. പിന്നെ ഞാൻ ഓർത്തിട്ട് ഫ്രൈ വെച്ചേക്കഴിഞ്ഞ് കുറച്ച് മീനേ ഉള്ളൂ, 2 കറി ഫ്രൈയും കൂടെ ആക്കാനില്ല. അപ്പോൾ ഇത് അങ്ങ് ഫ്രൈ എടുക്കാം എന്നോർത്ത് ഞങ്ങളത് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് വഴറ്റി ഉള്ളിയൊക്കെ ആ വറുത്തതിൻ്റെ പുറത്തിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇഞ്ചി ഉള്ളിയും ഒക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചത്, ഞാൻ കറി മോളിൽ അരിഞ്ഞത്. ഇത് ഞാൻ അടുത്ത് വഴറ്റി നമ്മുടെ ആ വറുത്ത മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ആ മീനിൻ്റെ എണ്ണയിൽ തന്നെ ഇപ്പോൾ തന്നെ വറുത്ത എണ്ണയാണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേൽവശത്ത് ഞാൻ വറക്കാൻ വേണ്ടി ആ എണ്ണയിൽ തന്നെ വെച്ചത് ലേശമായി വഴറ്റി നമുക്ക് പുറത്തുള്ള രുചിക്കും. ഓക്കെ, മീനിൻ്റെ വറുത്ത എണ്ണയിൽ തന്നെ ആകുമ്പോൾ അടുത്ത ദിവസത്തേക്കല്ലേ എടുക്കാൻ പറ്റാത്ത, ഇന്നാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ വഴച്ചിടുമ്പോൾ ടേസ്റ്റ്. ഇതൊക്കെ എൻ്റെ ഞൊടിക്കൈകളാണ്, കുറ്റങ്ങളും കുറവുകളും കാണും, നിങ്ങൾ പൊറുക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ ഞാൻ വലിയ പാചകക്കാരിയൊന്നുമല്ല, എൻ്റെ ചെറിയ ചെറിയ പാചകങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളി കമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളി കമ്പാളി മാമുണ്ട് ചാഞ്ചാട്. വെള്ളരിപ്പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി പച്ചിങ്ങ പിച്ചിങ്ങ പിന്നെ ബാക്കിയുടെ പേരത്തിൽ പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളി കമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. അപ്പോൾ നമുക്കിത് വാരി ഒരു പാത്രത്തിലെടുക്കാം. ഓക്കെ, എണ്ണയില്ലാതെ നമുക്ക് അതിന് പുറത്ത് വരുമ്പോൾ ഒരു ടേസ്റ്റ്. ഓക്കെ, പച്ചമുളകൊക്കെ ആകുമ്പോൾ അടിപൊളി. ഫിഷ് ഫ്രൈ ഓയിലിലൂടെ ആകുമ്പം നമ്മുടെ ടേസ്റ്റ് ഇരട്ടിയാവും. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇനി പുതിയൊരു പാചക ഐറ്റവുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.